ഹലോ സ്റ്റുഡൻസ്, നമ്മളിന്ന് പൈമോൾ ഉപയോഗിച്ച് എങ്ങനെയാണ് രണ്ട് പ്രോട്ടീൻസിൻ്റെ അലൈൻമെൻറ്റ് ചെയ്യുന്നത് നോക്കാം. ഇത് പൈമോളിൻ്റെ വിൻഡോ ആണ്, ഓപ്പൺ ആണ്. ഞാൻ ഫയലിൽ പോയിട്ട് ഓപ്പണിൽ ക്ലിക്ക് ചെയ്തു. സോ എൻ്റെ ഡൗൺലോഡ് ഫോൾഡറിൽ 2 പ്രോട്ടീൻസ് ഓൾറെഡി ഡൗൺലോഡഡ് ആണ്. അതിൽ 1LMC ആണ് ഞാൻ പൈമോൾ വിൻഡോയിലേക്ക് ലോഡ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ഞാൻ വീണ്ടും അടുത്ത മോളിക്യൂൾ കൂടെ ലോഡ് ചെയ്യാണ്. അതിന് ഓപ്പണിൽ ക്ലിക്ക് ചെയ്തു. സോ ഇത്തവണ ഞാൻ ലോഡ് ചെയ്യുന്ന മോളിക്യൂൾ ഒരു പ്രെഡിക്റ്റഡ് സ്ട്രക്ചറാണ്. ആദ്യം ഞാൻ ലോഡ് ചെയ്തത് ഒരു എക്സ്പെരിമെന്റലി സോൾവ്ഡ് സ്ട്രക്ചറാണ്. നമ്മൾ ലോഡ് ചെയ്യുമ്പോഴേക്കും ഇവരൊരു ടാങ്കിൾഡ് അപ്പിയറൻസിലാണ് വരിക. നമ്മളിവരെ കറക്റ്റായിട്ട് ഈ രണ്ട് പ്രോട്ടീൻസിനെ അലൈൻമെന്റ് ചെയ്യണം. അതിന് റൈറ്റ് ഹാൻഡ് സൈഡിൽ ഏതെങ്കിലും ഒരു മോളിക്യൂളിന്റെ നെയിമിന് തൊട്ടടുത്തായിട്ട് ആക്ഷൻ എ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് സ്ക്രോൾ ചെയ്യുമ്പോൾ അലൈൻ കാണും. അലൈനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ CA ആറ്റംസ്, അതാണ് ബാക്ക് ബോൺ ആറ്റംസ്, അതിൽ ക്ലിക്ക് ചെയ്ത് മോളിക്യൂൾസിന്റെ പേര് സെലക്ട് ചെയ്യുക. ഏത് മോളിക്യൂളായിട്ടാണോ അലൈൻ ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴേക്കും ഒരൊറ്റ സ്റ്റെപ്പിൽ തന്നെ നമുക്ക് അലൈൻമെന്റ് നടന്നതായിട്ട് കാണാൻ പറ്റും. ഇത് വളരെ ബെറ്റർ ആയിട്ടുള്ളൊരു മോഡലാണ്. ഇതിന്റെ വളരെ നമ്മൾ ഒബ്സർവേഷനിൽ തന്നെ നന്നായിട്ട് അലൈൻ ചെയ്ത് വന്നിരിക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അതായത് ഒരു സ്ട്രക്ചർ പ്രെഡിക്റ്റഡും ഒരു സ്ട്രക്ചർ എക്സ്പെരിമെന്റലി സോൾവ്ഡ് ആണ്. ഇനി അലൈൻമെന്റിന്റെ ക്വാളിറ്റി അല്ലെങ്കിൽ ഒരു മെട്രിക്സ് ഉണ്ട്. അതറിയാനായിട്ട് താഴെ ഞാൻ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന ഭാഗത്ത് അതിന്റെ RMSD വാല്യൂ എന്ന് പറയുന്നത് 1.370 ആണ്. അത് ഏകദേശം ഒരു നല്ല അലൈൻമെന്റ് ആണ്. സോ ഇങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ നമുക്ക് പൈമോൾ ഉപയോഗിച്ചിട്ട് രണ്ട് പ്രോട്ടീൻസിനെ അലൈൻ ചെയ്യാൻ പറ്റുന്നത്. പൈമോളിന്റെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോസ് ആയിട്ട് നമുക്ക് നെക്സ്റ്റ് പിന്നീട് കാണാം. ഓക്കെ, താങ്ക് യു.